നമ്മുടെ കുട്ടികൾ അവരെക്കുറിച്ച് വല്ലാത്തൊരു ആശങ്ക പങ്കുവയ്ക്കാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താ പറ്റിയേ? നമ്മുടെ കുട്ടികൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. പറ്റിയത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കാണ്. നമ്മൾ അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാറില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ, പഠനത്തിന് പുസ്തകം മേടിക്കുന്നു, നല്ല സ്കൂളിൽ ചേർക്കുന്നു. ഇതിനപ്പുറം അവർക്ക് വേണ്ട അവരുടെ കാര്യങ്ങൾ പരിഗണന കൊടുത്ത് അവരോട് സംസാരിക്കാനുള്ള താല്പര്യം, അവരുടെ ചെറിയ കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം, ഒപ്പം തന്നെ പത്രമായിക്കോട്ടെ, ലോകത്തിലെ വാർത്തകളായിക്കോട്ടെ, അത് നമ്മൾ അവരുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ശല്യം ഒഴിവാക്കാനെന്ന മട്ടിൽ അവരെ കൊണ്ട് ഗാഡ്ജറ്റ്സ് കൊടുക്കുന്നു. ഗാഡ്ജറ്റ്സിൻ്റെ ലോകത്തേക്ക് അവരെ തള്ളിവിടുന്നതിൽ പ്രധാന പങ്ക് നമ്മളാണ് വഹിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ചും അവർക്കറിയില്ല. വീട്ടിലൊരു പണിയും നമ്മൾ അവരെ എടുപ്പിക്കുന്നില്ല. എൻ്റെ കഷ്ടപ്പാട് എൻ്റെ മകൻ അറിയണ്ട, എൻ്റെ മകൾ അറിയണ്ട എന്ന് പറഞ്ഞ് വളർത്തുമ്പോൾ അവരെവിടേക്കാണ് പോകുന്നത്, ഏത് രീതിയിലേക്കാണ് അവർക്ക് മാറ്റം ഉണ്ടാകുന്നത്, അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, എങ്ങനെ താല്പര്യങ്ങളെ അവരെ ശിക്ഷ കൊടുക്കാതെ, പലപ്പോഴും നമ്മളെ അപമാനിക്കണമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പറഞ്ഞത് അവർ കേൾക്കാത്തത്. നമ്മൾ പറയാറുണ്ട്, ഒരു പ്രായത്തിൽ അവരുടെ കൂട്ടുകാരായി ചില കാര്യങ്ങളിൽ ദേശത്തെ എവിടെ ഉപയോഗിക്കണം, പല വികാരങ്ങളെയും കൃത്യമായി ഉപയോഗിക്കാൻ അറിയാണ്ടേ നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പം അതിൻ്റെ പ്രധാന കാരണം ഞാനാണ് എന്നുള്ള തിരിച്ചറിവ്. ആ മാറ്റം എന്നെ വീട്ടിൽ നിന്ന് ഞാൻ തുടങ്ങേണ്ടതാണ്. ഒരു സമൂഹം മാറണം എന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ മാറ്റിയെടുക്കണമെന്ന് എനിക്ക് മാറ്റം ഉണ്ടാവണം. ആ താല്പര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന പുസ്തകങ്ങൾ വായിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും, വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്തരം താല്പര്യമുള്ള നല്ല ചരിത്രപരവും ശാസ്ത്ര വിജ്ഞാനപ്രദവുമായ വീഡിയോ ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനുമുള്ള അത് എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും ഇന്ന് മക്കൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്.